കാർഗിലിന്റെ കാറ്റ് ഇന്ന് വേറൊരു വൈബാണ് തരുന്നത്. വീശിയടിക്കുന്ന കാറ്റിലെ തണുപ്പ് ഹൃദയത്തെ സ്പർശിക്കുന്നു. റോഡിന്റെ നീളം ആത്മാവിനെ പരീക്ഷിക്കുന്നു. മലകൾ എന്നോട് ചോദിക്കുന്നു, നീ തയ്യാറാണോ? കാറ്റെന്നോട് ചോദിക്കുന്നു, നീ തുടരുമോ? നീണ്ട വഴികൾ എന്നോട് ചോദിക്കും, നീ എത്തുമോ? മനസ്സിലൊരേ ഒരു ഉത്തരം, അതെ, ഞാൻ എത്തും. ഓരോ വളവും ഒരു പുതിയ ചാലഞ്ച് പോലെ, ഓരോ ത്രോട്ടലിനും പൾസ് ഉയരുന്ന പോലെ, എഞ്ചിൻ സൗണ്ട് ഹൃദയമിടിപ്പ് പോലെ. ഇന്ന് ലേയിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലേയിലേക്കുള്ള യാത്ര അവിടെ തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, നല്ല വ്യൂ ആണ് കേട്ടോ. കണ്ട ഇലകളെല്ലാം മഞ്ഞ നിറമായി. ഇനി ഇതെല്ലാം കൊഴിയട്ടെ എന്നിട്ട് മഞ്ഞ് വരട്ടെ. പൈനെപ്പോഴും ഫുള്ളായിട്ടങ്ങ് ശരിയായി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ശരിയായി, ഓക്കെ എന്ന രീതിയിലാണ്. അപ്പോൾ നമുക്കിനി ലേ എങ്ങനെയെങ്കിലും പിടിക്കണം. ലേയിലെ പെർമിറ്റ് എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ അവിടെ ചെന്നിട്ട് ഈസിയാണ് പെർമിറ്റ് എടുക്കാൻ. സൈറ്റിൽ കയറിയിട്ട് ആധാർ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു പെർമിറ്റ് തരും. അപ്പോൾ പെർമിറ്റ് എടുത്തിട്ടില്ല, ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് പെർമിറ്റ് എടുക്കണം. ഇതുണ്ടോ, ഇത് കാണാനൊരു മരുഭൂമി ലുക്കാണെങ്കിലും ആ ഫീലുണ്ടല്ലോ, ആ നടുവിലൂടെയുള്ള റോഡ് ഇതൊക്കെ എൻ്റെ മോനെ. ആ കർവുകളൊക്കെ എന്ത് ഫീലാണെന്ന് അറിയാം. നമുക്ക് ഫീൽ ചെയ്ത് കർവ് ചെയ്യാം. പൊളി. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം ലഡാക്ക് നമുക്ക് ഉംലിങ്ങൊക്കെ കയറി എങ്ങനെ ഇരിക്കും. നമ്മൾ മില്ല കയറാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മില്ല കയറി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ, ഇപ്പോൾ ഓൾറെഡി ഇന്ത്യ ഫസ്റ്റ് കയറി കഴിഞ്ഞു. ചിലപ്പോൾ ഇന്ത്യ സെക്കൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ തേർഡ് ആയിരിക്കും. കേരള ഫസ്റ്റ് ആയിരിക്കും കേട്ടോ മില്ല കയറുന്ന ആള്. അപ്പോൾ ഞാൻ ഉംലിങ്ങ അല്ല പറയുന്നത്, മില്ല കേട്ടോ, പുതിയതായിട്ട് കണ്ടുപിടിച്ചില്ലേ അത്. ആക്ച്വലി ഇവിടെ റൈഡേഴ്സ് കുറവാണ്, എന്താണെന്ന് അറിയില്ല. ഇപ്രാവശ്യം നമുക്ക് ഇവിടെ നിറയെ ഇഷ്ടം പോലെ ആൾക്കാരനെ കാണുന്നതാണ്. റൈഡേഴ്സ് കുറവാണ്, അതുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ മില്ല അച്ചീവ് ചെയ്യുന്നത് നമ്മളായിരിക്കും. അപ്പോൾ നമ്മൾ കാർഗിൽ ഡിസ്ട്രിക്ട് വിട്ടു കേട്ടോ. അതവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടി നമ്പർ കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഫോൺ നമ്പറും എഴുതാൻ പറഞ്ഞു, എഴുതി. ക്യാമറ അലോഡല്ല ഒബ്വിയസ്ലി, അറിയാലോ. സോ അത് എഴുതിയില്ല, അതെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ ഇത്, നമ്മൾ കാർഗിൽ എൻട്രി ചെയ്യുന്ന സമയത്തും എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഔട്ട് ചെയ്തപ്പോഴും എൻട്രി ആയി കേട്ടോ. അപ്പോൾ കാർഗിൽ ഡിസ്ട്രിക്ട് കഴിഞ്ഞു. ഇതെല്ലാം ലേ ഡിസ്ട്രിക്ട് ആണ് കേട്ടോ, ലേ ഡിസ്ട്രിക്ട് ആണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ലേയിലേക്ക് കയറിയിരിക്കുകയാണ്. സോ ഇനി ആകെയുള്ളൊരു കടപ്പാട് പറയുന്നത് പെർമിറ്റും കൂടെ എടുക്കണം. പെർമിറ്റ് മാത്രം പോരാ, അവിടെ നമ്മൾ പോകുമ്പോൾ ക്ലൈമറ്റ് നന്നായിരിക്കണം. വേറെ സ്നോഫോൾ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക, അതേ ഉള്ളൂ വഴി. അതും കൂടെ കഴിഞ്ഞാൽ പൊളിച്ചു. നമ്മൾ നേരെ നമ്മൾ ഉംലിങ്ങ പോകുന്നുണ്ട്, മില്ല പോകുന്നുണ്ട്, എല്ലാവിടെയും പോകുന്നുണ്ട്. എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. ഒരുപാട് നന്ദി. ഒരുപാട് പേര് എന്നെ എന്താ പറയുക, എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെറിയ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷം. ഇതുവരെ എന്നെ ആരും അങ്ങനെ, ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാന്ന്, പക്ഷേ വ്യൂസൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ തെറ്റുകൾ കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾ പറയുന്ന തെറ്റ് ഞാൻ പതിയെ തിരുത്തി അതൊരുവിധം എന്താ പറയുക, ലാസ്റ്റ് നമ്മളിപ്പോൾ ലേയിലേക്ക് കടന്നിട്ടല്ലേ ഉള്ളൂ. നമുക്കിപ്പോൾ ആ ടോപ്പിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും പെർഫെക്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, കീപ് സപ്പോർട്ടിങ്. നമുക്ക് ലഡാക്ക് മാത്രമല്ല വേറെയും ട്രാവൽ വീഡിയോസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല എന്ന് ഞാൻ എന്താ പറയുക, ഉറപ്പ് എന്നല്ല,
അത് ചെയ്യില്ല. അതേ ഉള്ളൂ, ആ ഒരു വാക്കേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇനിയും ട്രാവൽ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണ് കയറുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടോ, അതെന്തും ആയിക്കോട്ടെ, തെറി ഒഴിച്ച് വേറെ എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. അത് നിങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് ഇടാം. നിങ്ങളുടെ അഡ്വൈസ് എനിക്ക് വളരെ വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് എന്താ പറയുക ഒരു നിങ്ങൾ എൻ്റെ ടീച്ചറും ഞാൻ സ്റ്റുഡൻറ്റും ആണെന്നുള്ള രീതിയിലാണ് ഞാനത് കാണുന്നത്. സോ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ചെറിയ വിളിക്കരുത് കേട്ടോ. വീഡിയോസിൽ ചെറിയ രാഹുൽ കുറച്ച് ഏതോ 1-2 തെറി വിളിച്ചെന്നും പറഞ്ഞോണ്ട് 2-3 പേര് കമൻറ്റ് ചെയ്തു. സത്യത്തിൽ അത് എനിക്ക് കട്ട് ചെയ്യാൻ നിവർത്തിയില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് റോ വീഡിയോസാണ് ഇടുന്നത്. ലൈക്ക് വോയിസ് ഓവർ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരു വീഡിയോയും ചെയ്യുന്നില്ല. പിന്നെ അപ്പോൾ റോ ആയിട്ട് സംസാരിക്കുന്ന ഫുട്ടേജസാണ് ഞാൻ ഡയറക്റ്റായിട്ട് എടുത്തിടുന്നത്. സോ നമ്മുടെ ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ വരുന്ന ഒരു ചെറിയ വേർഡാണത്. അതിനിപ്പോൾ ഞാൻ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ വേർഡൊക്കെ കയറി വരുന്നത്. ഓക്കെ. പിന്നെ അതിനകത്ത് ബീപ്പ് കൊടുക്കാം, സെൻസർ ചെയ്യാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺവെർസേഷൻ എന്താ പറയുക നശിച്ചു പോവും. അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കാത്തത്. വളരെ മോശമായിട്ടുള്ള രീതിയിലൊന്നും നമ്മൾ സംസാരിക്കില്ല. കോമൺ ആയിട്ട് നമ്മൾ പിള്ളേരല്ലേ, ലൈക്ക് പയ്യന്മാർ സംസാരിക്കുന്ന ആ ഒരു ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഇനി പക്ഷേ അത് വരാതെ നമ്മൾ എന്തായാലും ശ്രമിക്കുന്നത്. നിങ്ങളുടെ കമൻറ്റ് നമുക്ക് വാലിഡാണ്. സോ ആ കമൻറ്റ് ഇട്ടു, 2-3 പേര് ആ കമൻറ്റ് ഇട്ടു. ചിലർക്കെങ്കിലും അത് വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി. സോ മാക്സിമം നമ്മളത് വരാതെ നോക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓഹോ, താങ്ക് യു. ഓക്കെ, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ആർമി ക്യാമ്പാണെന്ന് തോന്നുന്നു. സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്കും കൂടെ ചെയ്താൽ എനിക്ക് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ നമ്മൾ ഒരു ടീ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ടീ ബ്രേക്ക് എടുത്ത് നമ്മുടെ റൈഡ് തുടർന്നു കേട്ടോ. അല്ല, തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ 12,958 ആൾട്ടിറ്റ്യൂഡിലാണുള്ളത്. കാരണം ഇത്രയും അക്യുറേറ്റ് ആയിട്ട് പറയാൻ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് കേട്ടോ. അയ്യോ എന്താ മോനെ അല്ലേ, ഓരോ കർവ് തിരിയുമ്പോഴും ഇല്ലേ, അതായത് നമ്മൾ അവിടെ എത്തുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൂടി വരും. ഓരോ കർവ് തിരിയുമ്പോഴും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, പെട്ടെന്ന് തിരിക്കാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് നമുക്ക് വരുന്നത്. നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. എൻ്റെ കൂടെ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ കാണുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. സോ നിങ്ങളുടെ അതേപോലെ ഇതുണ്ടോ എൻ്റെ പൊന്നോ. ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, മുകളിൽ കയറും തോറും തണുപ്പ് കൂടിക്കൂടി വരുക. കയ്യിലോട്ടടിച്ചടിച്ച് കയറുക, അതാണ് പ്രശ്നം. അയ്യോ അതെ, അത് നോക്കിയേ, മഞ്ഞുമല, ഗ്ലേഷ്യർ. അതെ മണ്ണടിയിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മണ്ണടിയിലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വെയിലായതുകൊണ്ട് പിന്നെ സീനില്ല. മഴ വരാത്തത് എന്തോ ഭാഗ്യം, നമുക്ക് മഴ കിട്ടിയിട്ടില്ല. മഴ ഈസ് വെരി ഡേഞ്ചറസ്. അത് കണ്ടോ നിങ്ങൾ? നമ്മൾ ഇതൊക്കെയല്ലേ കാണേണ്ടതില്ല. Live for your today, drive for your tomorrow. ഇതുപോലത്തെ മറ്റേ കോട്ട്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല ഫണ്ണി ആയിട്ടുള്ളതും തിങ്ക് ചെയ്യാനുള്ളതുമാണ് കേട്ടോ. ഇവിടെയുള്ള ചേട്ടന്മാരെല്ലാം പണിയിലാണ്. സ്റ്റോപ്പ് എഴുതുന്നുണ്ട് പോലീസ്.
അപ്പോൾ എക്സൈറ്റഡിലാണ്. 12,900 ഏകദേശം 13,000 ഹൈറ്റിലാണ് നമ്മളിവിടെ, ആറ്റിറ്റ്യൂഡിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആറ്റിറ്റ്യൂഡല്ല കേട്ടോ, ആറ്റിറ്റ്യൂഡ്. തെറ്റിദ്ധരിക്കണ്ട. ചിലപ്പോൾ ടങ്ങൊക്കെ സ്ലിപ്പായി എന്നൊക്കെ വരും. ടങ്ക് സ്ലിപ്പാവും, നമ്മൾ സ്ലിപ്പാവും, ബൈക്ക് സ്ലിപ്പാവും, എല്ലാം സ്ലിപ്പാവും. ചെക്കൻ പറന്ന് കയറിപ്പോയി. ഓ, ആ കയറിപ്പോന്ന് നോക്ക്. എന്താല്ലേ നമ്മുടെ പിള്ളേര് പവർഫുള്ളാണ്. എൻ്റെ മോനെ ഗായ്സ്, നിങ്ങളിത് കാണണ്ടോ? നമ്മളിപ്പോ ആ വരുന്ന വഴിയിൽ നിന്നാണ് വന്നിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കഴിഞ്ഞ് അതിന്റെ മുകളിലോട്ട് കയറിപ്പോണം. മോനെ, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു വെയിറ്റ് ചെയ്യാം. അയ്യോ, ഇവിടെ ഡിവൈഡർ ഉണ്ട്, അതുകൊണ്ട് കാണുന്നില്ല. അപ്പൊ കാണുന്നുണ്ടോ? മോനെ, പുളിന്ന് പറഞ്ഞാലും പോരാ, അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും വേർഡ് നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കണം. അത്രയും പൊളി കേട്ടോ. അപ്പൊ നമ്മൾ ഫുൾ എക്സൈറ്റഡ് ആണ്. നേരെ ചെന്നിട്ട് വേണം ഫുള്ള് മഞ്ഞിൽ കളിക്കാൻ കൊതിയാവുന്നു ഗായ്സ്. മഞ്ഞിൽ കളിക്കാൻ കൊതിയാവുന്നു. നമുക്ക് വേറൊരു കാര്യം കേട്ടോ, നിങ്ങൾക്ക് മഞ്ഞും കൂടെ ലഡാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് പെർഫെക്റ്റ് ടൈം. ഒക്ടോബർ ടൈം. നവംബറിലൊന്നും വരരുത്. ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു പകുതിയോടുകൂടി ലേ കയറണം. നവംബറിലൊന്നും വരരുത്. നവംബർ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലോസ് ആവും. അതാണ് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരോടും ചോദിച്ചപ്പോൾ, മീൻസ് ഇവിടുത്തെ ഒഫീഷ്യൽസിനോടായാലും ലോക്കൽസിനോടായാലും ചോദിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് മഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ ഒക്ടോബർ, അല്ലാത്ത സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൊന്നും കാണാൻ പറ്റില്ല. ഇതുപോലത്തെ റോഡ് എക്സ്പീരിയൻസ് ചെയ്യുക, എല്ലാവിടെയും കയറിപ്പോ. പക്ഷെ മഞ്ഞ് നമുക്ക് കിട്ടത്തില്ല. മഞ്ഞാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ, മഞ്ഞും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം. ഇത് കണ്ടിട്ട് എങ്ങനെയാ നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ തോന്നുന്നത്? ഇറങ്ങി വാ മക്കളെ. അപ്പൊ ലേല എന്താണ് വിശേഷം ഒന്ന് നമുക്ക് പയ്യെ കാണാം കേട്ടോ. ഏതോ ബൈക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ബൈക്കേഴ്സോ കൊറേ. Model Road Organization welcomes to the highest pass of Srinagar Leh National Highway. Hochula altitude 13,479. പൊളി. എടുത്തോ എല്ലാരും എടുത്തോ. അടിപൊളി. ഈ കിതക്കുന്നത് എന്താന്ന് വിചാരിക്കണ്ട കേട്ടോ, ഓക്സിജന്റെ ഒരു കുറവുണ്ട്. കിതപ്പ് നോർമലാണ്. അത് കണ്ടോ? വെൽക്കം ടു അറ്റ് ദ ഹൈയസ്റ്റ് പാസ് ഓഫ് ശ്രീനഗർ ആൻഡ് ലേ നാഷണൽ ഹൈവേ. പോച്ചൂല ആൾട്ടിറ്റ്യൂഡ് 13,479 ഫീറ്റ് മുകളിലാണ് കേട്ടോ നമ്മൾ. ഇൻ ദ സൈലൻസ് ഓഫ് അവർ ഗ്രേറ്റ് മൗണ്ടൻസ് വർക്ക് സ്പീഡ്. കൂളി. ആ നായ്ക്കുട്ടി കേട്ടോ. ഒരു സെക്കൻഡടാ കുട്ടാപ്പി, ഒരേ ഒരു സെക്കൻഡ്. നിക്ക് ഒരു സാധനം കാണിച്ചു തരാം. ഇതിൽ ഓൾറെഡി കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൈറ്റ് നോക്കിട്ടോ. പൊങ്ങ അങ്ങോട്ട് ആവശ്യമുള്ളപ്പോ പൊങ്ങൂല്ല. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട്
ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നുന്നില്ലെങ്കിലും നിങ്ങളൊക്കെ എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു. എൻ്റെ മോനെ ഏതൊക്കെ റൈഡേഴ്സ് വരുന്നുണ്ട്. അവിടുത്തെ റോഡ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അത് കണ്ടോ, മഞ്ഞ് മഞ്ഞ് മണ്ണ് മല കുന്ന് പുല്ല് എല്ലാം ഉണ്ട് ഇവിടെ. ഗൈസ് ഒന്നേ പറയാനുള്ളൂ കേട്ടോ, കയറുക, ഏതേലും വണ്ടി എടുക്കുക, വരിക. നിങ്ങൾക്ക് സ്കൂട്ടി ആണെങ്കിൽ സ്കൂട്ടി എടുക്കുക, വരിക. മോഡ് ഓഫ് ട്രാവൽ വിഷയമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈക്ക് വിഷയമല്ല, ഒന്നും വിഷയമല്ല. നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾക്ക് വരണമെന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാൻ പറ്റും. സോ ഒന്നും നോക്കണ്ട, നെക്സ്റ്റ് അടിച്ച് കയറി വാ. ഓക്കെ, ഞങ്ങളിനി അങ്ങോട്ട് പോവാ. അതാ ഹിമാലയൻ മലനിരകളിലെ ഒരു പാട്ട്. ഹിമാലയമാണെന്ന് ഞാൻ പറയുന്നില്ല, ഹിമാലയൻ നിരകളുടെ ഒരു പാട്ട് ഓളറി വെക്കുന്നുണ്ട്. അത് നിങ്ങൾ കാറിയാക്കണ്ട, ബിക്കോസ് സോ എക്സൈറ്റഡ്. എടാ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ കിട്ടുമോ? ഇവിടെ നിന്നൊരു ഫോട്ടോ കിട്ടുമോ? പിന്നെ നല്ല ഭംഗിയുണ്ട്. വേറൊരൊറ്റ കാര്യം കൂടെ പറയാനുണ്ട്, നല്ല ഭംഗിയുണ്ട്, അതിനനുസരിച്ച് ഡേഞ്ചറുമാണ് കേട്ടോ. സോ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക. നല്ല ഭംഗിയുണ്ട്. എവറി കോയിൻ ഹാസ് എ ടു സൈഡ് എന്നാണല്ലോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, അതിനനുസരിച്ച് നല്ല ഡേഞ്ചറുമാണ്. സോ കീപ് സേഫ്. ഓക്കെ, എനിക്കും അത് വരാം, ഞങ്ങൾക്ക് ആർക്ക് വേണേലും അത് വരാം. സോ നിങ്ങൾ കീപ് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. ഓക്കെ, ഓക്കെ ഗായ്സ്. അപ്പോൾ നമ്മൾ ലേ പോലീസ് കേട്ടോ, അവിടെ ലേയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ എല്ലാം പേര്, വിവരം, നമ്പർ, എല്ലാ കാര്യങ്ങളും കൊടുത്ത് എൻട്രി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി എൻറ്റർ ടു ലേ. ഓക്കെ, നമ്മളിപ്പോൾ കാർഗിൽ നിന്ന് പോയില്ലേ, അല്ല സോറി, കാർഗിൽ നിന്ന് വന്നപ്പോൾ ഒരു എക്സിറ്റ് എൻട്രി അടിച്ചില്ലേ, ഇപ്പോൾ ലേയിൽ എൻട്രി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേ ഏത് ടൗണാണോ എന്തോ ടൗൺ ഏത് ടൗൺ ആണെങ്കിലും പേരൊന്നും അറിയില്ല കേട്ടോ. പേരറിയാന്ന് നോക്കിയാൽ സമയം നമുക്ക് ശരിക്കും ലേയിൽ ഇനിയൊരു 96 കിലോമീറ്റർ ഉണ്ട്. 96 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാലേ ലേ എത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ലേയിൽ എൻട്രി കൊടുത്തിരിക്കുന്നു ഗായ്സ്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. ഞാനിപ്പം ആക്സിലേറ്റർ മുറുക്കും. അത്രയും സന്തോഷം. അത് നോക്കില്ലേ, നല്ലൊരു വില്ലേജ് കേട്ടോ, ഫുൾ. അതായത് ഇവിടുത്തെ വില്ലേജ് എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ് കേട്ടോ. അതായത് ലൈക്ക് നമ്മളെ പോലെ തോന്നിയ പോലെ ഒന്നും കെട്ടാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ടെറൈൻ അങ്ങനെ ഉള്ളതുപോലെ അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയം. എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. ഇതുണ്ടോ, ഒരേപോലത്തെ ബിൽഡിങ്, ഒരേ കളറ് കേട്ടോ. നോക്കിയേ കണ്ടോ, കടകളാണെങ്കിലും എനിക്ക് തോന്നുന്നത് ചില മോഡലുകൾ ഉണ്ടാവുള്ളൂ, 1-2 മോഡലുകൾ ഉണ്ടാവുള്ളൂ. അതിലേതെങ്കിലും ഒരു മോഡൽ എടുത്തേ കെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള എന്തെങ്കിലും റൂൾ ഉണ്ടാവും ഇവിടെ കേട്ടോ, എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെയാണ് ഇഷ്ടം അനുസരിച്ചിട്ട് അങ്ങോട്ട് വളച്ച് ഇങ്ങോട്ട് വളച്ചും കെട്ടുന്നില്ല. അതുപോലെയൊന്നും ഇവിടെ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗായ്സ്, നമ്മൾ മാഗ്നറ്റിക് റോഡിലാണ് വന്നത്. ഇതിപ്പോൾ ഫ്ലാറ്റ് സർഫേസ് അല്ലേ, നോക്കിക്കോട്ടെ. ന്യൂട്രൽ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയ്യോ ലോറി പോട്ടെ കേട്ടോ, ചിലപ്പോൾ കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ. ഇതുണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് നോക്കിയേ. അയ്യോ കേട്ടോ, ബാക്കിലോട്ട് പോകുന്നുണ്ടോ. ഇതാണ് മാഗ്നറ്റിക് റോഡ് ഗായ്സ്, പോളി സാധനം.
അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മാഗ്നറ്റിക് റോഡ് ഫീൽ ചെയ്യുന്നത്. പൊളി അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കൂടുതൽ നേരം ഇവിടെ നിൽക്കാൻ സമയമില്ല. ഇപ്പം ഏകദേശം 5:45. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ലേ പിടിക്കണം. ഗായ്സ്, നമുക്ക് ഇനി ഒരു 15 കിലോമീറ്ററും കൂടെ ഉള്ളൂ ലേയിലേക്ക്. ആ മലനിരകൾ കാണുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ മോനെ, നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൈയൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട്. ഇത് വാട്ടർ പ്രൂഫ് ഗ്ലൗ ഒന്നും അല്ല, നോർമൽ ഗ്ലൗ ആണ്. ഉള്ളിൽ തെർമലും ഇല്ല. അകത്ത് ഞാൻ തെർമൽ ഇട്ടിട്ടുണ്ട്, 3 ലെയർ തെർമൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ കഴിക്കാത്തൊന്നുമില്ല. പക്ഷെ കഴിക്കാത്ത നല്ല തണുപ്പ് അടിക്കുന്നുണ്ട്. ഓക്കെ, എന്താണത്? ഡിസ്ട്രിക്ട് പോലീസ് ലേല ഡിസ്ട്രിക്ട് പോലീസ് പഞ്ചാബി ധാബ. അപ്പോൾ നല്ല തണുപ്പ് അടിക്കുന്നുണ്ട്, പൊള്ളിയായിട്ട് അടിക്കുന്നുണ്ട് നല്ല രീതിക്ക്. എന്താ പറയാ, പക്ഷെ ആ തണുപ്പ് നമുക്ക് വിഷയല്ല. ഓ, ഇതിപ്പോ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ മലനിരകൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 360 ഓണാക്കി നോക്കാം. അതിൽ കാണുന്നുണ്ടെങ്കിലേ ഉള്ളൂ. പെട്ടെന്ന് അതിൽ ചെറിയ പൊടി പോലെ കാണുന്നുള്ളൂ. രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ, കാണുന്നില്ല. ഓക്കെ, അവിടെ നല്ല വെളാന്നുള്ള മലനിരകളുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാം. ഇനി വെറും 10, 12, 13 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ going to Leh, bros. Ladies and gentlemen, we are reaching Leh. Okay, so ആരെങ്കിലും ഓൾറെഡി ഇവിടെ വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ടിപ്സ് ഉണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, ഇവിടെ വന്നവരുണ്ടെങ്കിൽ ഓൾറെഡി വന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, റോഡ് ഈസ് വെരി ഗുഡ്. അപ്പോൾ നേരെ നമുക്ക് ലേ പോകുന്നു. ലേയിലെ വിശേഷം ചൂടാന്ന് നമ്മളെടുത്ത് പ്ലേറ്റിലാക്കി നിങ്ങൾക്ക് അങ്ങ് വെച്ച് തരും. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.